ജന്തർ മന്ദറിലെ CJP സമരത്തിന് നേരെയുണ്ടായ പെല്ലറ്റ് ആക്രമണത്തിൽ നിയമ നടപടികളിലേക്ക് രാഹുൽ ഗാന്ധി. പോലീസ് അന്വേഷണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് അതിക്രമത്തിനിരയായ വിദ്യാർത്ഥിയും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും അൽത്താഫ് ചേരുന്നുണ്ട്. അൽത്താഫ്, പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ മറുപടി ലഭിച്ചില്ല, വിവരങ്ങൾ ലഭിച്ചില്ല. ഇപ്പോൾ നേരിട്ടിറങ്ങിയ കാര്യങ്ങൾ വിലയിരുത്താനുള്ള തീരുമാനത്തിലേക്കും നിയമ നടപടികളിലേക്കും കടക്കുകയാണോ പ്രതിപക്ഷ നേതാവ്? ഗൗതം, അല്പം മുമ്പാണ് രാഹുൽ ഗാന്ധി പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ പുരോഗതി എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി എത്തിയിട്ടുള്ളത്. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയെയും കൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി ഈ ഒരു അന്വേഷണത്തിലെ ഇപ്പോഴത്തെ ഗതി എന്താണ്, ഇപ്പോഴെന്താണ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്ന് അന്വേഷിക്കാനായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആദ്യം മന്ദിർമർഗ് പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു ആവശ്യവുമായി എത്തുകയും എന്നാൽ അവിടെയൊന്നും കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടാതായതോടെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഒരു വിദ്യാർത്ഥിയെയും കൂട്ടിയിട്ട് DCPയെ കാണാനായിട്ട് രാഹുൽ ഗാന്ധി എത്തുകയായിരുന്നു. പെല്ലറ്റ് ആക്രമണത്തിൽ പ്രത്യേകമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം, ഈ ഒരു പെല്ലറ്റ് ആക്രമണത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. കൂടാതെ ആരുടെ നിർദ്ദേശത്തിലാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടുള്ളത്, ആരുടെ നിർദ്ദേശത്തിലാണ് വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ച് വെടിയുതിർത്തിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ഏതായാലും ഇപ്പോഴും ഉയർത്തുന്നുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യാതെ അല്ലെങ്കിൽ ഈ ഒരു പെല്ലറ്റ് ആക്രമണത്തിൽ പ്രത്യേകമായിട്ട് അന്വേഷണം ആരംഭിക്കാതെ താൻ ഇവിടുന്ന് പോകില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ നാഷണൽ മീഡിയാസ് എല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതോടുകൂടി കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷം തന്നെ ഈ ഒരു വിഷയം കൂടുതൽ ഗൗരവത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളൊരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഡൽഹി പോലീസ് നൽകിയ സത്യവാങ്മൂലത്തിൽ പോലും ഈ പെല്ലറ്റ് ആക്രമണത്തെക്കുറിച്ചിട്ട് ഒരു വരി പോലും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ആക്രമണത്തെ ജന്തർ മന്ദറിൽ അന്നുണ്ടായിട്ടുള്ള പോലീസ് അതിക്രമത്തെ എല്ലാം ന്യായീകരിച്ചുകൊണ്ടും 30,000-ഓളം വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ 5,000-ഓളം പോലീസുകാരാണ് ഉണ്ടായിരുന്നത്, അമിതമായിട്ടുള്ള ബലപ്രയോഗമോ അല്ലെങ്കിൽ അക്രമമോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ ആണി തറച്ചിട്ടുള്ള ലാത്തി ഉപയോഗിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അന്ന് ഡൽഹി പോലീസ് സത്യവാങ്മൂലത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ സംഭവത്തിന് ശേഷമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പെല്ലറ്റ് ആക്രമണത്തെക്കുറിച്ച് യാതൊന്നും പറയാതെ വന്നതോടുകൂടിയാണ് ഈ ഒരു വിഷയത്തിൽ എന്താണ് അടുത്ത നടപടി, അല്ലെങ്കിൽ പെല്ലറ്റ് ആക്രമണത്തിൽ നിയമ നടപടി ഉണ്ടായിട്ടുണ്ടോ, അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. ഗൗതം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർലമെന്റിലടക്കം രാഹുൽ ഗാന്ധി ഈ ഒരു വിഷയം നിരവധി തവണ ഉന്നയിച്ചതാണ്. ആരാണ് വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്തത്, ആരാണ് ഇവർക്ക് അനുമതി നൽകിയിട്ടുള്ളത്, എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ച് വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങളടക്കം നിരവധി തവണ പാർലമെന്റിനകത്തും പുറത്തുമെല്ലാം പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ളതാണ്. അൽത്താഫാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്ന തരത്തിലുള്ള ഇടപെടലാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പാർലമെന്റിൽ ഇക്കാര്യം സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തി. അതിൽ ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചില്ല. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തിൽ പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളില്ല. ഡൽഹി പോലീസിന്റെ അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക വിവരങ്ങളും ലഭിക്കാതെ വന്നതോടെയാണ് പ്രതിപക്ഷ നേതാവ് നേരിട്ടിറങ്ങി കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്.